വീണ്ടും നമ്മൾ കടൽക്കരയിലേക്ക് തിരിച്ചു പോകുന്നു. ഇക്കുറി പോകുന്നത് മുതലപ്പുഴയിലേക്ക്. മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടെ ഷിജിനെ കാണാതായതിന് പിന്നാലെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. ഇന്നലെ സ്ഥലത്ത് സ്കൂബ ഡൈവിംഗ് നടത്തിയത് ഷിജിന്റെ സുഹൃത്തുക്കളാണ്. എന്ത് സംഭവിച്ചാലും കണ്ടെത്തി തരുമെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ രീതിയിൽ തെരച്ചിൽ നടക്കുന്നില്ല. കടൽ കലങ്ങിക്കിടക്കുന്നത് മൂലം തെരച്ചിൽ നടത്താൻ പറ്റുന്നില്ലെന്ന് സ്കൂബ ഡൈവിംഗ് സംഘം പറഞ്ഞു. ഇനിയും മറുപടിയില്ലെങ്കിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമെന്നും ഷിജിന്റെ കുടുംബം. സീൻചേട്ടൻ്റെ സുഹൃത്തുക്കളാണ് എത്തിയത്. സീൻചേട്ടൻ്റെ കൂട്ടുകാരന്മാർക്ക് അങ്ങനെ അവരുടെ കൂട്ടുകാരന്മാരാണ് എത്തിയത്. അല്ല ഗവൺമെന്റ് പറഞ്ഞ ആൾക്കാരൊന്നും അല്ല എത്തിയത്. സർക്കാരിന്റെ ഭാഗത്തും സ്കൂബ ഡൈവർമാർ എത്തിയിരുന്നോ നേരത്തെ? എത്തിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. 2 ദിവസം ഉണ്ടായിരുന്നു അവർ വന്ന് നോക്കി. ഇവർക്കുള്ള ക്ഷമത പോലും അവർക്കില്ല. അവർ പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ സീജിനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ചത്. പക്ഷെ ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞില്ല. അവർ വന്ന് നോക്കി പറ്റുന്നില്ല, അവർ തിരിച്ചു പോകും. പിന്നെ അവർ വന്ന് നോക്കി പറ്റുന്നില്ല, തിരിച്ചു പോകും. സീൻചേട്ടൻ്റെ കൂട്ടുകാരന്മാർ ഇന്ന് വിളിച്ചാൽ, ഈ നിമിഷം വിളിച്ചാൽ അവർ വരാൻ റെഡിയാണ്. ഞങ്ങൾ എങ്ങനെയായിരുന്നാലും സിജിനെ എടുത്ത് തരാമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇതുപോലും ഗവൺമെൻറ് ഭാഗത്തും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇനി ഒരു നിമിഷം പോലും തിരക്കാൻ പറ്റും. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഇത് വഴി ഞങ്ങൾക്ക് തെരച്ചിൽ നടത്തി തന്നേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾ റോഡ് പ്രതിഷേധിച്ച് അവിടെ പോയി റോട്ടിൽ പോയി കിടക്കും. ഈ പിള്ളേരെയും കൊണ്ട് ഞാൻ റോട്ടിൽ പോയി കിടക്കും. അന്നേരം ഗവൺമെന്റ് ഇറങ്ങി വന്നിട്ടൊന്നും ഒരു ഉപയോഗവും ഇല്ല. ഞങ്ങൾക്ക് ആളെ കൊണ്ട് എത്തിച്ചേരണം. അവരുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായിട്ടുള്ളൊരു നീക്കം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം കാര്യക്ഷമമായി നടത്തിയാലും നിങ്ങൾ എന്തുകൊണ്ട് വീണേൻ്റെ ഒന്നും നടത്തിയില്ല? ഞങ്ങൾക്ക് ആ സ്പോട്ടിലല്ലേ നടത്തേണ്ടത്. ഈ 100-101 മരണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും ഇന്ന് വരെയും, അന്ന് മുതൽ ഇന്ന് വരെയും നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ, രാവിലെ പോയി കഴിഞ്ഞാൽ പറയും 3 മണി വരെ വെയിറ്റ് ചെയ്യണേ, 3 മണിയാകും ബോട്ടെത്താൻ. അപ്പോൾ ഈ ഒരു നാടകമാണല്ലോ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം നിങ്ങൾക്ക് വരുത്താറായില്ലേ? വളരെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഗോപാൽ ശില സനൽ. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അവിടെ ആദ്യം സ്കൂബ ഡൈവേഴ്സ് എത്തിയത്. ഇപ്പോഴും അവിടെ ചാടാൻ തയ്യാറായി നിൽക്കുന്നത് ഷിജിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സ്കൂബ ഡൈവേഴ്സ് ആണ് എന്നുള്ളതാണ്. തെരച്ചിൽ വേണ്ടത്ര കാര്യക്ഷമമല്ല എന്നുണ്ടോ? എന്താണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്? ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നില്ലേ ഈ പരിസരത്ത്? ഡോക്ടർ, ആദ്യാവസാനം അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ തെരച്ചിൽ കാര്യക്ഷമമല്ല എന്നുള്ളതാണ്. ആദ്യ 2 ദിവസങ്ങൾ, അതായത് ഇന്നലേക്കും മിനിഞ്ഞാന്നും മുമ്പുള്ള 2 ദിവസങ്ങളിൽ സ്കൂബ ഡൈവിംഗ് സംഘം സർക്കാർ നിയോഗിച്ചത് പ്രകാരം അവിടെ എത്തിയിരുന്നു. ആ സംഘം എന്നാൽ കാര്യക്ഷമമായ രീതിയിൽ ഇടപെട്ടില്ല. ആ ഉപകരണങ്ങൾ, ഡൈവിങ്ങിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ പോലും ഇല്ലാതെ വെറുതെ ഒന്ന് ചാടി മുങ്ങി ഉയർന്നു വരികയായിരുന്നു എന്നതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. കടൽ കലങ്ങി കിടക്കുന്നതിനാൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം സാധ്യമാകുന്നില്ല. കടലിന് താഴേക്കുള്ള അടിഭാഗത്തേക്ക് കാഴ്ച വ്യക്തമാകുന്നില്ല എന്ന് പറഞ്ഞ് അവർ 2 ദിവസങ്ങളിലും വന്നിട്ട് മടങ്ങിപ്പോവുകയായിരുന്നു എന്നതാണ് കുടുംബം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പരാതി. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അവിടെ സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ നടന്നിരുന്നു. പക്ഷേ അത് സർക്കാർ നിയോഗിച്ച സംഘമായിരുന്നില്ല. പകരം ഇപ്പോൾ കടലിൽ കാണാതായ ഷിജിന്റെ സുഹൃത്തുക്കളായുള്ള വലിയ തുറയിലെയും പൂന്തുറയിലെയും അടക്കം വിവിധ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുൾപ്പെട്ട സുഹൃത്തുക്കളായവർ വന്ന് ഈ സ്കൂബ ഡൈവിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്വന്തം നിലയ്ക്ക് അവർ തെരച്ചിൽ നടത്തുകയായിരുന്നു. എന്ത് സംഭവിച്ചാലും ഷിജിനെ കണ്ടെത്തി നൽകും എന്ന ഉറപ്പാണ് അവർ ആവർത്തിച്ച് പറയുന്നത് എന്ന് ഈ കുടുംബം പറയുന്നു. ആ ഉറപ്പ് പോലും സർക്കാരോ ബന്ധപ്പെട്ട അധികൃതരോ ഇതുവരെയും അവർക്ക് നൽകാൻ തയ്യാറായിട്ടില്ല. അവർ ഓരോ തവണയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാകുകയാണ്. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇനിയും ഇതേ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കും. വിഴിഞ്ഞത്തും ഈ നീണ്ടകരയിലുമൊക്കെ കണ്ടതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കുഞ്ഞുങ്ങളെയും 1.5 വയസ്സും 4.5 വയസ്സും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളെയുമായി തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ശരി, താങ്ക് യു. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവരുടെ ചോദ്യത്തിന് മുന്നിൽ അധികാരികൾക്ക് ഉത്തരവില്ല. ആ 2 കുഞ്ഞുങ്ങളും ചോദിക്കുന്നു, കടലിൽ പോയ അച്ഛൻ എവിടെ? നോ ആൻസർ. അത് വിഴിഞ്ഞത്ത് വരുമ്പോൾ ജോണിന്റെ മകൾ ചോദിക്കുന്നു, കടലിൽ പോയ അച്ഛൻ എവിടെ? ഉത്തരവില്ല. നീണ്ടകരയിൽ നിന്ന് ചോദിക്കുന്നു, കടലിൽ പോയ എൻ്റെ മകൻ എവിടെ? ഒരു അമ്മ ചോദിക്കുന്നു, ഉത്തരവില്ല.